ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളുടെ യൂണിറ്റ് മീറ്റിംഗിൽ വളരെ അധികം നല്ല ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യൂണിയൻ ബഡ്ജറ്റിൽ ടാക്സ് സ്ലാബിൽ ഉണ്ടായ മാറ്റം, സെക്ഷൻ 87A ഉണ്ടായ റിലാക്സേഷൻ, അതുകൊണ്ട് തന്നെ ടാക്സിന് ആൾക്കാർക്ക് ഇളവ് കിട്ടുന്നത്, ആൾക്കാരുടെ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകത്തിൽ വരുന്ന മാറ്റം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ അത് യൂളിപ്പെടുക്കുമ്പോൾ ആൾക്കാർ കൂടുതൽ പ്രയോജനപ്പെടുത്താം എന്നതിലേക്ക് നമ്മൾ ചർച്ച എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ ടാക്സിബിൾ ആവുമ്പോൾ യൂണിറ്റ് ലിങ്ക്ഡ് പോളിസികളിൽ നിക്ഷേപിക്കുന്ന പോളിസി ഹോൾഡേഴ്സിന് ഒരു വർഷം പ്രീമിയം ആയിട്ട് 2.5 ലക്ഷം രൂപ വരെ അടച്ചാലും അത് ടാക്സ് അട്രാക്ട് ചെയ്യാതെ തന്നെ മെച്യൂരിറ്റി കിട്ടും എന്നുള്ളത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഒരു വർഷം അടയ്ക്കുന്ന പ്രീമിയം 2.5 ലക്ഷത്തിൽ കൂടുതലാവുമ്പോൾ മാത്രമാണ് അവർക്ക് ടാക്സ് വരിക. ആ ടാക്സ് വരുന്നതും ഇൻകം ടാക്സ് അല്ല, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ്. അപ്പൊ ആ കിട്ടുന്ന ലാഭത്തിന്റെ 12.5% അവർ ടാക്സ് അടയ്ക്കേണ്ടതെന്നൊക്കെ നമ്മളന്ന് ഇൻകം ടാക്സ് റൂളിന്റെ കാര്യത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ യൂളിപ്പിൽ നിങ്ങളുടെ കുറെ സംശയങ്ങളും പല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന അണ്ടർ റൈറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് ഒന്ന് ഓടിച്ച് മനസ്സിലാക്കാവുന്ന, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയി കാണുമ്പോൾ, ആൾക്കാരെ കസ്റ്റമറുടെ അടുത്ത് പോകുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയണം എന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ പറയാനുള്ള സമയം കിട്ടിയില്ല. പിന്നെയും നിങ്ങളെ വഹിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് റെക്കോർഡ് ചെയ്ത് നമുക്ക് വീഡിയോ യൂട്യൂബിൽ കൂടെ നിങ്ങളിൽ എത്തിക്കാം എന്ന ധാരണയായിരുന്നു പിന്നെ ഉണ്ടായത്. എന്തായാലും ആ പറഞ്ഞതിന് 2 ദിവസം വൈകിട്ടുണ്ട്, എന്നെങ്കിലും അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള ടോപ്പിക് എന്താ ചോദിച്ചാല്, അണ്ടർ റൈറ്റിംഗ് അല്ലെങ്കിൽ പോളിസികൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ, അല്ലെങ്കിൽ ഒരാളെ പോയി കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയുക എന്ന ഉദ്ദേശത്തിലാണ് തീർച്ചയായിട്ടും ഇന്നിങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത്. അപ്പൊ എന്തായാലും ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അണ്ടർ റൈറ്റിംഗ് സം ടിപ്സ്, ഡീറ്റെയിൽഡ് ആയിട്ട് കംപ്ലീറ്റ് നിയമങ്ങളൊന്നുമില്ല, എന്നാലും ഒന്ന് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളെങ്കിലും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് അണ്ടർ റൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്ലാൻസിനെ രണ്ടായി തരംതിരിച്ചു. ഗ്രൂപ്പ് 1 പ്ലാൻസ് ആൻഡ് ഗ്രൂപ്പ് 2 പ്ലാൻസ്. പണ്ടില്ലാതിരുന്ന ഒരു സാധനമാണ്. ഗ്രൂപ്പിസം പ്ലാനുകളിൽ ഉണ്ടായിരുന്നില്ല, പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ LIC പോളിസികളിലും ഗ്രൂപ്പിസം മാനേജ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഗ്രൂപ്പിസത്തിലെ ഗ്രൂപ്പ് 1 പ്ലാനും ഗ്രൂപ്പ് 2 പ്ലാനുമായിട്ട് രണ്ടും വിഭജിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 1 പ്ലാനുകളിലാണെങ്കിൽ ആ പ്ലാനുകളിൽ അണ്ടർ റൈറ്റിംഗിൽ കുറച്ച് റിലാക്സേഷൻസ് ഉണ്ട്. ലൈക്ക് മെഡിക്കൽ എക്സാമിനേഷന്റെ കാര്യത്തിൽ, സ്പെഷ്യൽ റിപ്പോർട്ടിന്റെ കാര്യത്തിലൊക്കെ ചില റിലാക്സേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയത്ത് ഗ്രൂപ്പ് 2 പ്ലാനിൽ അത്രയും റിലാക്സേഷൻസ് ഇല്ല. ഒരു പക്ഷേ ആ ഗ്രൂപ്പ് 1 വരുന്ന പ്ലാനുകളെ കൂടുതൽ വിൽപ്പനയ്ക്ക് പ്രോത്സാഹിപ്പിക്കാനായിരിക്കാം അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്ന് തോന്നുന്നു. കാരണം പണ്ടില്ലാത്ത ഒരു പുതിയ കാര്യം കൊണ്ടുവന്ന് എന്തായാലും നമുക്ക് പക്ഷേ ഈ കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചേ മതിയാവും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് 1 പ്ലാനുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ എളുപ്പം ഗ്രൂപ്പ് 2 പ്ലാനുകൾ പഠിക്കുന്നതായിരിക്കും. കാരണം ഗ്രൂപ്പ് 2 ആകെ 4 പ്ലാൻസേ ഉള്ളൂ. അപ്പൊ ആ 4 പ്ലാൻസ് നിങ്ങളുടെ മനസ്സിൽ നിന്നാൽ മതി. ഗ്രൂപ്പ് 1 പ്ലാൻ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും. LICകളുടെ പ്ലാനുകളിൽ മുഴുവൻ പ്ലാനുകളും എടുക്കുക. അതിൽ ന്യൂ എൻഡോമെന്റ് 714, ന്യൂ ജീവൻ ആനന്ദ് 715, ന്യൂ ജീവൻ ലക്ഷ്യ 733, മണി ബാക്ക് പോളിസി 720, 721, ഇത്രയും പദ്ധതികൾ മാത്രമാണ് ഗ്രൂപ്പ് 2 പ്ലാനിലുള്ളത്. ബാക്കി എല്ലാ പ്ലാനുകളും ഗ്രൂപ്പ് 1 പ്ലാനിലാണ്. ഉദാഹരണത്തിന് ജീവൻ ഉത്സവ്, ജീവൻ ഉമങ്ക്, ജീവൻ ലാഭ്, യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻസ് ആയിട്ടുള്ള SIAP, ഇൻഡെക്സ് പ്ലസ് തുടങ്ങിയ പദ്ധതികളൊക്കെ ഗ്രൂപ്പ് 1 പ്ലാനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ രണ്ടിലും പെടാത്ത ഒരു വിഭാഗമുണ്ട്, ടേം അഷുറൻസ്. കാരണം അവർക്ക് ടേം അഷുറൻസും മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ പോളിസി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഇതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഗ്രൂപ്പ് 1 പ്ലാൻ ആണെങ്കിൽ നമുക്ക് എത്ര വരെ കൊടുക്കാം പോളിസി, മെഡിക്കൽ എക്സാമിനേഷനോ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ. അതുപോലെ ഗ്രൂപ്പ് 2 പ്ലാൻ ആണെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഫോർമാലിറ്റീസ് ഒക്കെ കുറച്ചുകൊണ്ട് എത്ര വരെ കൊടുക്കാം.
ഇത് നമ്മൾ കസ്റ്റമറിന് സംസാരിക്കുമ്പോൾ ഓർമ്മയിൽ വന്നാലുള്ള പ്രയോജനം എന്താ വെച്ചാൽ, തിരക്ക് പിടിച്ച കസ്റ്റമറാണ്, മെഡിക്കൽ എക്സാമിനേഷൻ സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഇങ്ങനെയുള്ള കൺവീനിയൻസ് നോക്കിയിട്ട് ഈ പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് നന്നായിരിക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാനും അധികം സമയം മെനക്കെടുത്താതെ പോളിസി കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഇനി ആദ്യത്തെ ഗ്രൂപ്പാണ് പ്രിഫേർഡ് ഗ്രൂപ്പ്. ആൾക്കാര് വളരെ മുൻഗണനാ ക്രമത്തിലുള്ള ആൾക്കാരായിട്ടാണ് പറയുന്നത്. പ്രിഫേർഡ് ഗ്രൂപ്പിനെ കുറച്ച് മുൻഗണനയുള്ള ആൾക്കാരായിട്ടാണ് പ്രിഫേർഡ് ഗ്രൂപ്പിനെ പറയുക. അവരുടെ മുൻഗണന എന്താ ചോദിച്ചാല് മിനിമം ക്വാളിഫിക്കേഷനും മിനിമം വരുമാനവും പറയുന്നു. അതായത് ഡിഗ്രി ആൻഡ് എബോവ് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെയാണ് ഈ പ്രിഫേർഡ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, അവർക്ക് വാർഷിക വരുമാനം 10 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടാവണം. വാർഷിക വരുമാനം പറഞ്ഞാൽ ഒരു വർഷം വാങ്ങിക്കുന്നത്, അതായത് മാസം 80 സാലറി വാങ്ങിക്കുന്ന ആളാണ് വിചാരിക്കുക. അയാളുടെ സാലറി സ്ലിപ്പ് തരികയാണെങ്കിൽ അതിൽ ഒരു മാസത്തെ ശമ്പളം 85,000 കൂടുതൽ ഉണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാണ് ഒരു വർഷം 10 ലക്ഷത്തിൽ കൂടുതൽ വരിക. അപ്പം വാർഷിക വരുമാനം 10 ലക്ഷത്തിൽ കൂടുതലും ഡിഗ്രിയോ അതിലധികമോ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുമാണ് ഈ പ്രിഫേർഡ് ഗ്രൂപ്പിൽ വരിക. അവർക്ക് 18 വയസ്സിനും 35നും ഇടയിലാണ് പ്രായം വെച്ചാല് 18 വയസ്സിൽ താഴെയുള്ള മൈനർ ആയിട്ടാണ് കണക്കാക്കുക. 18 കഴിയുമ്പോഴാണ് മേജർ ആവുക. 18നും 35നും ഇടയിൽ പ്രായമുള്ള ആളാണെങ്കിൽ ഗ്രൂപ്പ് 1 പ്ലാൻ ആണെങ്കിൽ, ജീവൻ ഉമംഗോ, ഉത്സവോ അല്ലെങ്കിൽ ജീവൻ ലാഭോ ഒക്കെ ആണെങ്കിൽ 50 ലക്ഷം രൂപ സം അഷ്യൂർഡ് വരെയുള്ള എമൗണ്ടിന് അവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഒന്നും ഇല്ലാതെ പോളിസി എടുക്കാം. ഇനി അവർ എൻഡോമെന്റോ ജീവൻ ആനന്ദോ മണി ബാക്കോ ആണ് എടുക്കുന്നത് വെച്ചാല് 30 ലാക്സ് വരെയാണ് എടുക്കാൻ പറ്റുക മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ. ഇനി അവർക്ക് 50 ലാക്സ് എടുക്കണമെങ്കിൽ എടുക്കാം. മെഡിക്കൽ എക്സാമിനേഷൻ മാത്രമായിട്ട് 50 ലാക്സ് വരെ എടുക്കാം. അപ്പോൾ ഒന്നുകിൽ വീഡിയോ മെഡിക്കൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലേസർ ഓതറൈസ്ഡ് ലാബിൽ പോയി ചെയ്യേണ്ടി വരും. പറഞ്ഞു മെഡിക്കലിന് മാത്രമായിട്ട് മണ്ണാർക്കാട് സൗകര്യം കുറവാണ്. പാലക്കാടോ അങ്ങനെ ശ്രീകൃഷ്ണപുരത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു മെയിലൊക്കെ അയച്ചിട്ട് ലാബിൽ നിന്ന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുകയാണെങ്കിൽ വേറെ സ്പെഷ്യൽ റിപ്പോർട്ടോ ECGയോ ബ്ലഡ് ടെസ്റ്റോ ഒന്നും ഇല്ലാതെ മെഡിക്കൽ മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ അവർ പോളിസി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും 50 ലക്ഷം വരെയുള്ള എമൗണ്ട്. അത് 35 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 35 വയസ്സും 6 മാസം വരെയുള്ള ആൾക്കാർ. 36നും 45നും ഇടയിൽ പ്രായമുള്ള ആളാണെങ്കിൽ ഗ്രൂപ്പ് 1 പ്ലാൻ ആണെങ്കിൽ 25 ലക്ഷം വരെയാണ് മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ പോളിസി എടുക്കാൻ പറ്റുക. 20 ലക്ഷം വരെ അവർക്ക് ഗ്രൂപ്പ് 2 പ്ലാൻ ആണെങ്കിലും എടുക്കാൻ പറ്റും മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ. നോൺ മെഡിക്കൽ ആണ്. ഇനി മെഡിക്കൽ എക്സാമിനേഷൻ അവർ നടത്തുകയാണെങ്കിൽ, ഒരു മെഡിക്കൽ മാത്രം നടത്തുകയാണെങ്കിൽ വീഡിയോ മെഡിക്കലോ അല്ലെങ്കിൽ ലാബിൽ പോയിട്ട് LIC ഓതറൈസ്ഡ് ലാബിൽ പോയിട്ടുള്ള ആ ഒരു ടെസ്റ്റോ മെഡിക്കൽ എക്സാമിനേഷനോ ചെയ്യുകയാണെങ്കിൽ 30 ലാക്സ് വരെ അദ്ദേഹത്തിന് വേറെ സ്പെഷ്യൽ റിപ്പോർട്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ പോളിസി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 46നും 50നും ഇടയിൽ പ്രായമുള്ള ആളാണെങ്കിൽ, 50 പറഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞ് 6 മാസം വരെ ആവാം, അയാൾക്ക് ഗ്രൂപ്പ് 1 പ്ലാൻ ആണെങ്കിൽ 13 ലക്ഷം വരെ ഉള്ളതിനാണ് മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ പോളിസി എടുക്കാൻ പറ്റുക. ഈ ഗ്രൂപ്പ് 2 പ്ലാൻ ആണെങ്കിൽ 10 ലക്ഷം വരെയുള്ള സം അഷ്യൂർഡിനാണ് അദ്ദേഹത്തിന് പോളിസി എടുക്കാൻ പറ്റുക മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ തന്നെ. ഇവർ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ മാത്രമായിട്ട് വേണമെങ്കിൽ 13 ലക്ഷം വരെയുള്ള പോളിസി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി 51നും 55നും ഇടയിൽ പ്രായമുള്ളവരുടെ എല്ലാം നിൽ കൊടുത്തത് ഗ്രൂപ്പ് 1നും ഗ്രൂപ്പ് 2നും ഒക്കെ. കാരണം 50 വയസ്സ് കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ കമ്പൽസറി ആണ്. സിംഗിൾ പ്രീമിയം പോളിസികൾ ഒഴികെ ബാക്കി എല്ലാറ്റിനും മെഡിക്കൽ എക്സാമിനേഷൻ കമ്പൽസറി. സിംഗിൾ പ്രീമിയം പോളിസികളും പെൻഷൻ പ്ലാനുകളും അതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം പെൻഷൻ പ്ലാനിൽ ഇൻഷുറൻസ് കവറില്ലല്ലോ, അതുകൊണ്ട്. ഇനി സിംഗിൾ പ്രീമിയം പോളിസികളിൽ 60 ലക്ഷം വരെ മെഡിക്കൽ എക്സാമിനേഷനിൽ ചെറിയ റിലാക്സേഷൻ ഉണ്ട്. ബാക്കി കൺവെൻഷണൽ പോളിസി ഒക്കെ ആണെങ്കിൽ, റെഗുലർ അടയ്ക്കുന്ന പോളിസി ആണെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ പോളിസി കൊടുക്കാൻ പറ്റില്ല എന്നാണ് ശരിക്കുള്ളത്. ഇപ്പൊ നമുക്ക് ജീവൻ ലാഭ് 50 വയസ്സ് കഴിഞ്ഞവർക്ക് ജീവൻ ലാഭും ഭീമ ജ്യോതിയൊക്കെയാണ് നിലവിലുള്ളത്. അവർക്ക് വേണമെങ്കിൽ ജീവൻ ലാഭോ ഭീമൻ ജ്യോതിയോ കൊടുക്കാൻ പറ്റും. പക്ഷെ മെഡിക്കൽ എക്സാമിനേഷൻ കമ്പൽസറിയാണ്. ഇനി നിങ്ങളെ വിൽക്കാൻ വേണ്ടി പറയണതല്ല, എന്നാൽ വിൽക്കണ്ടെന്ന് പറഞ്ഞ് പറയണതുമല്ല, മൈക്രോ ബഡ്ജറ്റ് എന്നുള്ള പ്ലാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ മാർച്ച് 31 വരെയൊക്കെ വേണമെങ്കിൽ അതിനെ ക്ലബിന് കൺസിഡർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലത്തേക്കും അല്ല, ഈ വർഷം മാർച്ച് 31 വരെയൊക്കെയാണ്. അതിന് മിനിമം സം അഷ്യൂർഡ് 1 ലാക്ക് ഉണ്ട്. പ്രീമിയത്തിന്റെ കൂടെ GST വാങ്ങിക്കുന്നില്ല. കാലാവധി കഴിയുമ്പോൾ സം അഷ്യൂർഡും ലോയൽറ്റി എഡീഷൻ ഉണ്ടെങ്കിൽ അതും തരാമെന്നാണ് പറയണത്. ബോണസിന്റെ അത്ര അട്രാക്ഷൻ ഉണ്ടാവില്ല. അതിനും നമുക്ക് വേണമെങ്കിൽ പോളിസി കൊടുക്കാം.
മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ തന്നെ 55 വയസ്സ് വരെ. അതൊരു പ്ലാൻ മാത്രമാണ്. 50 വയസ്സ് കഴിഞ്ഞവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ പോളിസി കൊടുക്കാൻ പറ്റുക. പക്ഷെ നിങ്ങൾക്ക് കയ്യിൽ ബെനിഫിറ്റ്സിലൊക്കെ കുറച്ച് കുറവുണ്ട്, കസ്റ്റമർക്കും കുറച്ച് കുറവുണ്ട്. എന്നാലും നമുക്കൊന്നും അവിടെ എടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ, ഒന്നും കൊടുക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മൈക്രോ ബഡ്ജറ്റും അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ 56 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കും അതെ പ്രിഫേർഡ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ 50 കഴിഞ്ഞാൽ തന്നെ വേണമല്ലോ. അതുകൊണ്ട് മെഡിക്കൽ എക്സാമിനേഷനോടുകൂടെ മാത്രമേ സ്പെഷ്യൽ റിപ്പോർട്ട് വേണമെങ്കിൽ അതും കൂടെ കൊടുത്തിട്ട് പോളിസി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതില് ഈ തരം ആൾക്കാർക്ക്, പ്രിഫേർഡ് ഗ്രൂപ്പ് ആണെന്ന് തെളിയിക്കുന്നതിനായിട്ട് അവരുടെ ക്വാളിഫിക്കേഷന്റെ പ്രൂഫും അതുപോലെ വരുമാനത്തിന്റെ പ്രൂഫും അണ്ടർ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അണ്ടർ റൈറ്റിംഗ് ഇരിക്കുന്നവർ ചോദിച്ചാൽ അത് കൊടുക്കണം. പ്രപ്പോസൽ ഫോമിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആയില്ല, അത് പൂർണ്ണമായിട്ട് പ്രൂഫ് ആയില്ല. വേണ്ടത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കുക, ഇൻകം പ്രൂഫും, ഒന്നുകിൽ സാലറി സ്ലിപ്പോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺസിന്റെ കോപ്പിയോ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള. ചില NRIസിനാണെങ്കിലും അതെ അവിടുത്തെ ഇൻകം പ്രൂഫ് ഉണ്ടെങ്കിൽ മതി. അപ്പൊ ഇൻകം പ്രൂഫ് NRIസിന് ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് ഈ നോൺ മെഡിക്കൽ പ്രിഫേർഡ് ഗ്രൂപ്പ് പ്രകാരം മെഡിക്കൽ എക്സാമിനേഷന് കൊണ്ടുപോകാതെ തന്നെ നല്ല പോളിസികൾ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അവരുടെ സമയം കളയണ്ട, നമുക്കും അതെ എളുപ്പം പോളിസി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവർ വിദേശത്ത് തന്നെ എടുക്കുന്ന സമയത്ത് മെയിൽ ഓർഡർ ബിസിനസ് ആണ്, അതിൽ ആ പണി നടക്കില്ല. അവിടുന്ന് പ്രപ്പോസൽ ഫോം ഒക്കെ അയച്ചു തന്നതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കൂടെ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ അവർക്ക് നടത്തും. വീഡിയോ മെഡിക്കൽ കമ്പൽസറിയാണ്. ഏതിനകത്ത്? നോൺ റെസിഡൻസിന് മെയിൽ ഓർഡർ ബിസിനസ് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് നാട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് നോൺ മെഡിക്കൽ പ്രിഫേർഡ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ട് പോളിസി കൊടുക്കാൻ പറ്റും എന്നൊരു സവിശേഷത കൂടെ ഓർമ്മയിൽ വെക്കുകയാണ്. അതുപോലെ വേറൊരു കാറ്റഗറിയാണ് നോൺ മെഡിക്കൽ പ്രൊഫഷണൽസ് ആൻഡ് സെൽഫ് എംപ്ലോയിഡ്. നിങ്ങളൊക്കെ LIC ഏജൻസ് ഒക്കെ ഈ പ്രൊഫഷണൽ ഗ്രൂപ്പിലാണ് പെടുക. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ, ഉദാഹരണത്തിന് ഡോക്ടേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അഡ്വക്കേറ്റ്സ്, എഞ്ചിനീയേഴ്സ്, BEd കഴിഞ്ഞിട്ടുള്ള ടീച്ചേഴ്സ്, അവരൊക്കെ പ്രൊഫഷണൽസ് ആയിട്ടാണ് പെടുക. ആ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് 2 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനം വേണം. പക്ഷേ പ്രൊഫഷണൽസിന് വരുമാനം തെളിയിക്കാൻ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, സാലറി പേഴ്സണെ പ്രൊഫഷണൽ ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 2 ലക്ഷത്തിൽ കൂടുതലായിരിക്കണം. അവരുടെ പ്രൂഫായിട്ട് കണക്കാക്കുക ഇൻകം ടാക്സ് റിട്ടേൺസിന്റെ കോപ്പി തന്നെ ആയിരിക്കുകയും ചെയ്യും. ആ ഇൻകം ടാക്സ് റിട്ടേൺസിന്റെ കോപ്പിയും അവരുടെ ക്വാളിഫിക്കേഷന്റെ പ്രൂഫും, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള പ്രൂഫും തന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ ഗ്രൂപ്പ് 1 പ്ലാനിൽ 30 ലാക്സ് വരെ മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ പോളിസി എടുക്കാം. ഗ്രൂപ്പ് 2 പ്ലാൻസ് ആണെങ്കിൽ 25 ലാക്സ് വരെ എടുക്കാം മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ. അവർക്ക് മെഡിക്കൽ എക്സാമിനേഷനോടുകൂടെ 50 ലക്ഷം വരെയുള്ള പോളിസി എടുക്കാം. ഇനി 36-നും 45-നും ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ 20 ലക്ഷം വരെയുള്ള പോളിസി എടുക്കാം ഗ്രൂപ്പ് 1 പ്ലാൻസ് ആണെങ്കിൽ. ഗ്രൂപ്പ് 2 പ്ലാൻ ആണെങ്കിൽ 15 ലാക്സ് വരെയാണ് അവർക്ക് പോളിസി എടുക്കാൻ പറ്റുക. ഇനി മെഡിക്കൽ എക്സാമിനേഷനോടുകൂടെ 30 ലാക്സ് വരെ എടുക്കാം എന്നൊരു കണ്ടീഷനും ഉണ്ട്. 46-നും 50-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ 10 ലക്ഷം വരെ ഗ്രൂപ്പ് 1 പ്ലാൻ ആണെങ്കിൽ വിത്തൗട്ട് മെഡിക്കൽ എക്സാമിനേഷൻ പോളിസി എടുക്കാം. ഗ്രൂപ്പ് 2 പ്ലാൻ ആണെങ്കിൽ അത് 8 ലക്ഷം വരെയാണ് എടുക്കാൻ പറ്റുക. ഇനി അവർക്ക് മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ 13 ലാക്സ് വരെയുള്ള പോളിസിയും കൊടുക്കാൻ പറ്റും 50 വയസ്സ് വരെയുള്ള ആൾക്ക്. ഇനി 51 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള ആൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ കമ്പൽസറി ആണ്, ഗ്രൂപ്പ് 1 ആണെങ്കിലും ഗ്രൂപ്പ് 2 ആണെങ്കിലും. കാരണം 50 കഴിഞ്ഞാൽ നോൺ മെഡിക്കൽ ഇല്ല. ആ മൈക്രോ ബജറ്റിന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പ്ലാനൊക്കെയാണ് നമ്മൾ കൂടുതൽ വെക്കേണ്ടത്. കാരണം നിങ്ങൾക്കും ബെനിഫിറ്റും പ്രീമിയം ഒക്കെ കയറി വരുന്നത് അതിലാണ്. അതുകൊണ്ട് തന്നെ ആ തരം പ്ലാനുകളിലൊക്കെ മെഡിക്കൽ എക്സാമിനേഷനോട് കൂടെ മാത്രമേ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പോളിസി കൊടുക്കാൻ പറ്റുള്ളൂ. അതും ഇപ്പൊ ഉള്ള പോളിസികളുടെ എണ്ണത്തിലും പരിമിതി കുറച്ചുകൂടെ വന്നു. ജീവൻ ലാഭും ജീവൻ ഉത്സവമുണ്ട് 65 വയസ്സ് വരെ. പിന്നെ ഭീമ ജ്യോതിയാണ് അവർക്ക് എടുക്കാൻ പറ്റിയ സ്കീമുകളിൽ ഒന്നിച്ച് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പം അവർക്ക് വേണമെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ തയ്യാറാണെങ്കിൽ 13 ലക്ഷം വരെ അവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ മാത്രമായിട്ട് പോളിസി കൊടുക്കാം. പക്ഷേ ഇവർക്ക് ക്വാളിഫിക്കേഷന്റെയും ഇൻകത്തിന്റെയും പ്രൂഫ് നിർബന്ധമായിട്ടും വെക്കേണ്ടി വരും. 56-നും 60-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാർക്ക് 3 ലക്ഷം വരെ മെഡിക്കൽ എക്സാമിനേഷൻ മാത്രമായിട്ട് പോളിസി കൊടുക്കാം. നോൺ മെഡിക്കൽ ഇല്ല, പക്ഷേ മെഡിക്കൽ എക്സാമിനേഷൻ മാത്രമായിട്ട് പോളിസി കൊടുക്കാം. അപ്പോഴും ഈ ക്വാളിഫിക്കേഷന്റെയും ഇൻകത്തിന്റെയും പ്രൂഫ് വെക്കുന്നത് സേഫ് ആയിരിക്കും. ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ്
ആനുവൽ ഇൻകം എബോവ് 2.5 lakhs. ഇനി ഇതിൽ രണ്ടിലും പെടാത്ത ആളുകൾ, പ്രൊഫഷണൽസിൽ പെടില്ല, ഉദ്യോഗസ്ഥർ എന്നുള്ളതിലും പെടില്ല എന്നുള്ള ആൾക്കാര്, സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാര്, ബിസിനസ്സുകാര്, അങ്ങനെയുള്ള കുറെ തരം ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് നോൺ മെഡിക്കൽ ജനറൽ ആണ് വരിക. ആ മെഡിക്കൽ എക്സാമിനേഷൻ ഒഴിവാക്കി കൊടുക്കുന്ന എങ്ങനെയാ ചോദിച്ചാല് 18-നും 35-നും ഇടയിൽ പ്രായമുള്ള ആളാണെങ്കിൽ അദ്ദേഹം എടുക്കുന്ന പോളിസി ഗ്രൂപ്പ് 1 പ്ലാനിൽ ഏതെങ്കിലും ആണെങ്കിൽ 12 ലക്ഷം വരെയുള്ള എമൗണ്ട് അദ്ദേഹത്തിന് മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ പോളിസി കൊടുക്കാം. ഇനി അദ്ദേഹം എടുക്കുന്ന ഗ്രൂപ്പ് 2 പ്ലാൻസിൽ ഏതെങ്കിലും ഒന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 8 ലക്ഷം വരെയാണ് മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റുക. അവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ മാത്രമായിട്ട് 20 ലക്ഷം വരെ എടുക്കാം. 36-നും 45-നും ഇടയിൽ പ്രായമുള്ള ആളാണെങ്കിൽ 8 ലക്ഷം വരെ അവർക്ക് ഗ്രൂപ്പ് 1 പ്ലാനിൽ വിത്തൗട്ട് മെഡിക്കൽ എടുക്കാം. ഗ്രൂപ്പ് 2 പ്ലാൻ ആണെങ്കിൽ 5 lakhs വരെയും വിത്തൗട്ട് മെഡിക്കൽ എടുക്കാം. ഇനി 45 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ മാത്രം നടത്തുകയാണെങ്കിൽ 20 ലക്ഷം വരെ പോളിസി മെഡിക്കൽ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രിഫേർഡ് ഗ്രൂപ്പ് ആണെങ്കിലും ശരി, പ്രൊഫഷണൽസ് ആണെങ്കിലും ശരി, നോൺ മെഡിക്കൽ ജനറലിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ ശരി, 45 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് മെഡിക്കൽ റിപ്പോർട്ട് മാത്രമായിട്ട് നമുക്ക് പോളിസി കൊടുക്കാം, സ്പെഷ്യൽ റിപ്പോർട്ടൊന്നും ഇല്ലാതെ. അവർക്ക് വരാൻ സമയമില്ലെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മെഡിക്കൽ റിപ്പോർട്ട് നമുക്ക് വാങ്ങിക്കാമല്ലോ. അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ 20 ലക്ഷം വരെയുള്ള പോളിസി നമുക്ക് ആ തരം ആൾക്കാർക്ക് 45 വയസ്സ് വരെയുള്ളവർക്ക് കൊടുക്കാം. അത് നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം മെഡിക്കൽ വാങ്ങിക്കുക എന്നുള്ളത്, മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് വലിയ പ്രശ്നമല്ല, ബുദ്ധിമുട്ടല്ല. പക്ഷേ സ്പെഷ്യൽ റിപ്പോർട്ടിന് പാർട്ടിയുടെ ഒഴിവും സമയവും ഇമെയിൽ അയക്കലും അങ്ങനെയുള്ളതൊക്കെ വേണം. അപ്പൊ ഏതൊക്കെ കാര്യങ്ങൾ പാർട്ടിയുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് അവരടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിൽ കയറി വന്നാൽ നമ്മളുടെ പണി വളരെ കുറഞ്ഞു കിട്ടും. പിന്നീട് നമുക്ക് വാക്ക് മാറ്റേണ്ടി വരും. അവരടുത്ത് മെഡിക്കൽ എക്സാമിനേഷനും ഇനി ആദ്യം വരണം എന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്യേണ്ട. കാരണം ആദ്യമേ തന്നെ നമുക്ക് എല്ലാ കാര്യവും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി മേജർ സ്റ്റുഡൻസ് ആണെങ്കിൽ, പ്രായപൂർത്തിയായിട്ടുള്ളത് 18 വയസ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ്, വിദേശത്തും അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കുന്നുണ്ട് ആൾക്കാര്, 30 വയസ്സ് വരെയും സ്റ്റുഡന്റ് ആയിട്ട് കണക്കാക്കാമെന്ന് പറയുന്നുണ്ട്. അവർ പഠിക്കുന്നതിന്റെ പ്രൂഫ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മേജർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഗ്രൂപ്പ് 1 പ്ലാനിൽ 25 ലക്ഷം വരെ മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ പോളിസി എടുക്കാം. ഗ്രൂപ്പ് 2 പ്ലാൻ ആണെങ്കിൽ 20 ലക്ഷം വരെയാണ് അങ്ങനെ പോളിസി എടുക്കാൻ പറ്റുക. ഒരു ദിവസം രാത്രി പോളിസി ആക്കണം എന്നുള്ളതുകൊണ്ട് രാമേന്ദ്രന്റെ ഒരു കേസിൽ നമ്മളിങ്ങനെ മേജർ സ്റ്റുഡന്റിന്റെ 25 lakhs പോളിസി കൊടുത്ത് അത് രാത്രി തന്നെ ആക്കണം എന്നുള്ളതുകൊണ്ട് ഓഫീസിൽ കൊണ്ട് കൊടുക്കാൻ നിവർത്തിയില്ല. അനന്തയെ ചെയ്ത് നോക്കി, അനന്തയെ പോളിസി കംപ്ലീറ്റ് ആക്കി. പക്ഷേ അനന്തയിൽ മേജർ സ്റ്റുഡന്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നില്ല. റെസിഡന്റ് ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്, പക്ഷെ മേജർ സ്റ്റുഡന്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നില്ല. നമ്മളതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ്, മേജർ എന്നുള്ളത് കൊടുത്തു. അപ്പൊ അതിൽ മെഡിക്കൽ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സാധാരണ മേജർ ആണെങ്കിൽ 20 ലക്ഷം കഴിഞ്ഞാൽ മെഡിക്കൽ ചോദിക്കുമല്ലോ, നമ്മളെ ജോലിയൊക്കെ നോക്കിയിട്ട്. പ്രിഫേർഡിലോ അല്ലെങ്കിൽ അവര് ഇതിലും വരില്ല, പ്രൊഫഷണൽസിലും വരില്ല സ്റ്റുഡന്റ് ആവുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു ഇൻകം ഒന്നും അങ്ങനെ പ്രൂവ് ചെയ്യാൻ നമുക്ക് ഉണ്ടാവില്ല സ്റ്റുഡൻസിന്റെ. അവര് മേജർ സ്റ്റുഡന്റ് ആയിട്ടാണെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അനന്തയിൽ ആ ഓപ്ഷൻ വരാത്തതുകൊണ്ട് നമ്മൾ അനന്തയിൽ ആ കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ പറഞ്ഞ് പോളിസി കംപ്ലീറ്റ് ആക്കി. ബാക്കി പേപ്പറുകൾ കുറച്ച് ഓഫീസിൽ കൊടുത്തു. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിലാണ് പോളിസി ആക്കിയത്. പക്ഷെ നമ്മൾ അനന്തയില് ഇത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. എന്നാലും മേജർ സ്റ്റുഡൻസിന് 25 ലക്ഷം വരെ ഗ്രൂപ്പ് 1 പ്ലാൻ ആണെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ പോലും ഇല്ലാതെ പോളിസി കൊടുക്കാം എന്ന കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുന്നത് നന്നായിരിക്കും. അതുപോലെ ഗ്രൂപ്പ് 2 പ്ലാൻസ് ആണെങ്കിൽ എൻഡോമെന്റോ, ജീവനാനന്ദോ, ജീവൻ ലക്ഷ്യോ, മണി ബാക്കോ ആണെങ്കിൽ 20 ലക്ഷം വരെയുള്ള എമൗണ്ടിന് അവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ തന്നെ പോളിസി എടുക്കാം. ഇനി ഇപ്പൊ കുറച്ച് കോമ്പറ്റീഷൻസ് നിലവിലുണ്ട്. നമുക്ക് ക്യാഷ് അവാർഡിനുള്ള കോമ്പറ്റീഷൻസ് ആണ്. ജീവൻ ഉത്സവ് ഡേയ്സ് 1 മുതൽ 14 വരെ. ആദ്യത്തെ ഉത്സവിന് 500 രൂപ. പിന്നീടുള്ള ഓരോ ഉത്സവവും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിനൊക്കെ 750 രൂപ വീതം നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ 1 മുതൽ 14 വരെ ഉത്സവ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നിലവിലുണ്ട്. അതുപോലെ നിവേശ് പ്ലസ് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ നിവേശ് പ്ലസ് 1 മുതൽ 14 വരെ ചെയ്യുന്നതിന് ഓരോ നിവേശ് പ്ലസിനും 750 രൂപ സമ്മാനമുണ്ട്. അതേപോലെ അടുത്ത പ്രീമിയം ചെയ്യുന്ന ആൾക്കാർക്ക് അഡീഷണൽ ആയിട്ട് 2% കമ്മീഷൻ ഉണ്ട് 14 വരെ. അതിനൊക്കെ പുറമെ 20 ലക്ഷം അതിൽ കൂടുതലോ പ്രീമിയം ഈ മാസം 28-ാം തീയതി വരെ ഉണ്ട് സമയം. അതിനകത്ത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഭാരത് പരേഖ് നയിക്കുന്ന ഒരു കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള അർഹത ആ ഏജന്റിന് കിട്ടുന്നതായിരിക്കും.
സോണൽ ലെവലിലുള്ള ഒരു ക്യാമ്പയിനാണ്. അപ്പം സോണിന്റെ തലത്തിൽ എവിടെയെങ്കിലും ആയിരിക്കും ആ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുക. കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഭരത് പരേഖിനും അതെ, ഒഴിവുണ്ടാവാൻ സാധ്യതയുള്ളത് ഏപ്രിലായിരിക്കും. കാരണം അദ്ദേഹത്തിന് വർക്ക് ചെയ്യണമല്ലോ, മീറ്റിംഗിൽ നടന്നാൽ പോരല്ലോ. അതുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് ഏപ്രിൽ നടക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. അതിന് വേണ്ട കണ്ടീഷൻ 20 ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഇയർ പ്രീമിയം ആയിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രീമിയം ആയിട്ട് വരേണ്ടത്. ഇനി 10 ലക്ഷം രൂപ പ്രീമിയം 14 തീയതി കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരു മൊമെന്റോ കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ ഇവന്റുകളെയും മാർക്കറ്റ് ചെയ്യാൻ നമ്മളൊക്കെ മിടുക്കന്മാരാണ്. ഇവന്റുകൾ ഉണ്ടാക്കിയിട്ടായാലും മാർക്കറ്റ് ചെയ്യണം. കാരണം മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ അവസരങ്ങൾ ഉണ്ടാക്കി അതിനെ എൻകാഷ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ത്രില്ലുള്ളത്. നമുക്കിപ്പോൾ നമ്മളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് February 14th, വാലന്റൈൻസ് ഡേ. ഗ്രീറ്റിംഗ് കാർഡുകളും അതുപോലെ തന്നെ ഗിഫ്റ്റുകളും ഒക്കെ സ്നേഹിക്കുന്നവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. പിന്നെ സാമർഥ്യമുള്ള ആൾക്കാരെ വീട്ടിൽ നിന്ന് ജ്വല്ലറിക്ക് വിളിച്ചുകൊണ്ട് എനിക്ക് അത് വാങ്ങിച്ചു തന്നാൽ മതി സ്നേഹത്തോടെ എന്നൊക്കെ പറഞ്ഞ് അതും വാങ്ങിച്ചതൊക്കെ വരും. പക്ഷേ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താണ് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാവുന്നത്? അവരുടെ സുരക്ഷിതത്വമല്ലേ. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അഭാവത്തിലും അവർക്ക് കഷ്ടപ്പാട് അറിയേണ്ടി വരാതിരിക്കുക എന്നുള്ള ഒരു സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ദിവസമാണ് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു പോളിസി, അല്ലെങ്കിൽ അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി പോളിസി എടുത്തു വെക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമായിട്ടാണ് ഇൻഷുറൻസുകാരെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്. ഗീവ് യുവർ ലവ്ഡ് വൺസ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഓൺ ദാറ്റ് 14th ഫോർ ദാറ്റ് വാലന്റൈൻസ് ഡേ. ഏറ്റവും നല്ല ഗിഫ്റ്റായിട്ട് അത് പരിണമിക്കുന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇത്രയാണ് ഇന്ന് പറയാനുണ്ടായിരുന്നത്. എന്തായാലും അണ്ടർ റൈറ്റിംഗ് റൂൾസ് മുഴുവനല്ല, ഒന്ന് ഓടിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മീറ്റിംഗിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ്, മീറ്റിംഗിന് വഹിക്കേണ്ട എന്നുള്ളതിൽ ഞാൻ അന്ന് പറയാണ്ടിരുന്നതുമാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തട്ടെ. നന്ദി.